അനിൽകുമാർ, ഇതിലൊരു പ്രശ്നം തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ ബി ജെ പിക്ക് വീണ്ടും അല്ലെങ്കിൽ ആ ഘടകകക്ഷികളെ കൂട്ടി രാജ്യം ഭരിക്കാമെന്നൊരു അവസ്ഥ തോന്നിപ്പിക്കുന്നുണ്ട്. അങ്ങനൊരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പരാജയത്തിന് സമാനമായൊരു വിജയം എന്നതും അതിലെ പ്രധാന പ്രശ്നമാണ്. നോക്കൂ, ഇപ്പോൾ ബി ജെ പിക്ക് മാത്രം 303 സീറ്റ്. ആ 303 സീറ്റിൽ നിന്ന് ഇപ്പോൾ 240 വന്നു. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ അതിനും താഴെ 240 എന്ന നമ്പറിൽ ചുറ്റി നിൽക്കുകയാണ് ബി ജെ പി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ബി ജെ പി ഘടകകക്ഷികളെ, അവർക്കിപ്പോൾ JDU ഉണ്ട്, അതുപോലെ ചന്ദ്രബാബു നായിഡു ഉണ്ട്, ആന്ധ്രയിലൊക്കെ മികച്ച വിജയം ചന്ദ്രബാബു നായിഡുവിനുണ്ട്. അവരെല്ലാം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാമെന്നിരിക്കെ, അല്ലെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയേക്കാൾ കുറച്ചുകൂടി സാധ്യത അവിടെയാണ്. അങ്ങനെ വരുന്നൊരു ഘട്ടം ആണ് രാജ്യത്ത് സംജാതമാകുന്നതെങ്കിലും അവിടെ വരാൻ പോകുന്നൊരു സർക്കാരിനെ നയിക്കാൻ നരേന്ദ്രമോദിക്ക് ധാർമ്മികമായി കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇനി അങ്ങോട്ട് രാജ്യത്തിൻ്റെ ചർച്ചകളിൽ, ആലോചനകളിൽ ഉയർന്നു വരാനിടയുള്ളതാണോ? ശ്രീ അനിൽകുമാർ. നമ്മുടെ രാജ്യത്ത് ഒരു ഭരണാധികാരിയും പറഞ്ഞിട്ടില്ലാത്ത, രാജ്യത്തെ മനുഷ്യരെ വിഭജിക്കുന്ന ഭാഷയിൽ സംസാരിച്ച ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി കസേര എന്നല്ല, ഈ രാജ്യത്തെ ഒരു പൊതുപദവിയും വഹിക്കാൻ യോഗ്യനായ വ്യക്തിയല്ല. അത് നമ്മളാദ്യം പറഞ്ഞല്ല കേട്ടോ. ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ 2014 വിജയത്തോടുകൂടി അദ്വാനിയെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തിക്കഴിഞ്ഞ് നരേന്ദ്രമോദി അധികാരം പിടിച്ചെടുക്കുകയാണുണ്ടായത്. അതിനുശേഷം ആദ്യത്തെ ഘട്ടത്തിൽ മോദി പറഞ്ഞത് ഞാൻ സേവകൻ, രണ്ടാമത് പറയുമ്പോൾ അദ്ദേഹം കാവൽക്കാരൻ, ഇപ്പോൾ ദൈവമാണ്. അദ്ദേഹം ദൈവമായി മാറിയതിനു ശേഷം 3.5 ലക്ഷം വോട്ട് കുറഞ്ഞിരിക്കുന്നു വാരണാസിയിൽ. വാരണാസി എന്ന് പറഞ്ഞാൽ കാശി വിശ്വനാഥൻ്റെ മണ്ണാണ്, പുണ്യഭൂമിയാണ്. മാത്രമല്ല, അയോധ്യയിലെ കാര്യം പറയുമ്പോൾ ഫൈസാബാദ് മണ്ഡലത്തിൽ 1948 സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ ആചാര്യ നരേന്ദ്രദേവിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് അവിടേക്ക് ഒരു വിഗ്രഹം ഒളിച്ചു കടത്തപ്പെട്ടത്. അതാണ് ചരിത്രം. അവിടെ വായിച്ചു നോക്കണം. അന്ന് നെഹ്റു ഗോവിന്ദ വല്ലഭ് പന്തിൻ്റെ കത്ത് എഴുതുന്നുണ്ട്, സരയൂ ലെറിയൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത്. ചരിത്രം അതാണ് പറയുന്നത്. ഇവിടെയാണ് തിരിച്ചറിയേണ്ടത്, ഇന്ത്യ രാജ്യത്തെ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ആശയത്തിലല്ല ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും. ഹിന്ദു മതത്തിൽപ്പെട്ട മനുഷ്യർ, സാധാരണ മനുഷ്യർ ഹിന്ദുത്വയോട് പൊരുത്തപ്പെടുന്നില്ല. അങ്ങനെ പൊരുത്തപ്പെടുമായിരുന്നെങ്കിൽ UP-യിൽ ഇതല്ല അവർക്കുണ്ടാകേണ്ട വിജയം. അപ്പോൾ UP-യാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ നടുപൊടിച്ചത്. UP-യിലെ തെരഞ്ഞെടുപ്പ് വിജയമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ നിഷ്കാസനം ചെയ്തിരിക്കുന്നത്. ഇനി അധികാരത്തിൽ അദ്ദേഹം തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സാങ്കേതികമായി തുടരുന്നത് മാത്രം അർത്ഥാക്കിയാൽ മതി. പ്രശ്നം എന്താണ്? ഇനി മോദി ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? മോദിയുടെ മാത്രമല്ല, ചന്ദ്രബാബു നായിഡുവിൻ്റെയും അപ്പുറത്ത് ബീഹാറിലെ മുഖ്യമന്ത്രിയുടെയും ഗ്യാരണ്ടി പറയണ്ടേ, നിതീഷിൻ്റെ ഗ്യാരണ്ടി പറയണ്ടേ? ഒറ്റ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അതോടുകൂടി നരേന്ദ്രമോദിയുടെ പരിപാടി തീർന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഏത് തീരുമാനമെടുക്കുന്നതിലും സേ ഉണ്ടായിരുന്നു. മറ്റത് രണ്ടുപേരാണ് തീരുമാനിക്കുന്നത്, മോദിയും അമിത്ഷയും ചേർന്നാണ് തീരുമാനിക്കുന്നത്. ഇപ്പം ഇനി അവർ രണ്ടാൾ തീരുമാനിച്ച പോരാ. ഞാൻ ചോദിക്കുന്നത്, ഈ 10 കൊല്ലത്തിനിടയ്ക്ക് BJP-യുടെ കൂടെ കൂടിയ എല്ലാ ഘടകകക്ഷികളെയും നിങ്ങൾ ദുർബലപ്പെടുത്തിയില്ലേ? ഇപ്പോൾ ഘടകകക്ഷികളോട് ആലോചിക്കും. ഇന്ത്യ രാജ്യത്തൊരു ചരിത്രമുണ്ട്. 13 ദിവസം നീണ്ടു നിന്ന ഒരു BJP ഗവൺമെൻറ്, ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കി. 13 ദിവസം കഴിയുമ്പോൾ നിഷ്കാസിതമായി. ചരിത്രഘട്ടങ്ങളിലേക്ക് നമ്മുടെ നാട് വീണ്ടും പോവുകയാണ്. അതുകൊണ്ട് BJP-യുടെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ NDA എന്ന് പറയുന്ന ഇന്നത്തെ സംവിധാനം തുടരാൻ പോകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ പാതാളത്തോളം താന്നു നിന്ന ചന്ദ്രബാബു നായിഡുവിനെ ജഗൻ പിടിച്ച് ജയിലിലിട്ടതാണ്. പാതാളത്തോളം തകർന്നു നിന്നൊരു കൂട്ടരാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ്? നിതീഷ് കുമാറിനെ കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ്? ED ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് പഴയ പോലെ ED ഉപയോഗിക്കാനാവില്ല ഇനി. അതൊക്കെ ജനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവരാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായ ഒരു തിരിച്ചടിയുടെ ഭാഗമായി ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും കരുത്ത് BJP-യുടെ ചെകിട്ടത്ത് അടിയായി മാറി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.